ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കൂർഗ് ജില്ലയിലെ മടിക്കേരിയിലുള്ള രാജാ സീറ്റിലാണ്. ഈ രാജാ സീറ്റ് എന്ന് പറയുന്നത് വളരെ സാംസ്കാരിക പ്രാധാന്യമുള്ള ഒരു സ്ഥലവുമാണ്. അതുപോലെ തന്നെ ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. ഗാന്ധി മണ്ഡപം എന്നറിയപ്പെടുന്ന ഒരു ഉദ്യാനത്തിന്റെ മധ്യത്തിലായിട്ടാണ് കേട്ടോ ഈ ഒരു രാജാ സീറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ മെയിൻ എൻട്രൻസിലൂടെ നമ്മൾ നേരെ കയറുന്നത് ഒരു വലിയ ഒരു ഉദ്യാനത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ അതിന്റെ അടുത്ത് തന്നെയായിട്ട് ലെഫ്റ്റ് സൈഡില് കുട്ടികളുടെ ഒരു അഡ്വഞ്ചർ പാർക്ക് ഉണ്ട്. ഈ ഒരു ഉദ്യാനത്തിലൂടെ അങ്ങ് നടന്നു ചെല്ലുമ്പോഴാണ് രാജാ സീറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. രാജാ സീറ്റ് എന്ന് പറയുന്നത് ഇഷ്ടികയും കുമ്മായം കൊണ്ട് നിർമ്മിച്ച ഒരു ഘടനയാണ്. കമാനങ്ങളാൽ പാലം കെട്ടിയ 4 തൂണുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇതുണ്ടല്ലോ 1600 മുതൽ 1834 വരെ 200 വർഷത്തിലേറെ കർണാടക ഭരിച്ചിരുന്ന കുടകിലെ രാജാക്കന്മാരും രാജ്ഞിമാരും ഈ സ്ഥലം ഉപയോഗിച്ചിരുന്നു. പ്രകൃതി ദൃശ്യങ്ങൾക്ക് പേര് കേട്ട ഈ സ്ഥലം ശരിക്കും പറഞ്ഞാല് രാജാക്കന്മാർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിരുന്നു. അതിനാൽ അവര് ഇതുമായി ഒരു ശാശ്വത ബന്ധം പുലർത്തിയിരുന്നു. പടിഞ്ഞാറ് ഭാഗത്തുള്ള താഴ്വരകളെ ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ഒരു ഉയർന്ന നിലത്തിലാണ് ഈ രാജാ സീറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് സൂര്യോദയവും അതുപോലെ തന്നെ സൂര്യാസ്തമയവും കാണാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു രാജാ സീറ്റിന്റെ പ്രത്യേകത. ഞങ്ങളിവിടെ എത്തിയത് ഈവനിങ് ടൈമിലാണ് കേട്ടോ. സാധാരണ അതിരാവിലെ ഇവിടെ നല്ല മൂടൽമഞ്ഞും തണുപ്പും ഉണ്ടായിരിക്കും. പക്ഷെ സൂര്യൻ ഉദിക്കുമ്പോഴേക്കും ഈ മൂടൽമഞ്ഞൊക്കെ മാറിപ്പോകും. ഇന്നിപ്പോ ഈ സ്ഥലമുള്ളത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് കേട്ടോ. കാണുന്നതാണ് മെയിൻ രാജാ സീറ്റ് വ്യൂ പോയിന്റ്. രാജാ സീറ്റ് വ്യൂ പോയിന്റ് എന്നത് പൂന്തോട്ടത്തിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു അർദ്ധവൃത്താകൃതിയിലുള്ള പവലിയനാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് രാവിലെ സൂര്യോദയ സമയത്തും അതുപോലെ വൈകിട്ട് സൂര്യാസ്തമയ സമയത്തുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. 1934 ഗാന്ധിജി ഈ ഒരു രാജാ സീറ്റ് സന്ദർശിച്ച് നാട്ടുകാരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടി ഇവിടെ ഒരു സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട്. ഗാന്ധിജി മരിച്ച ദിവസമായ രക്തസാക്ഷി ദിനമായ ജനുവരി 30 കൂർഗിൽ സർവോദയ ദിവസ് ആഘോഷിക്കുന്നു. ഈ ദിവസം പ്രധാനമായിട്ടും ഇവിടെ ചെയ്യുന്നത് ഒരു ഘോഷയാത്ര സംഘടിപ്പിക്കുകയും ഗാന്ധിജിയുടെ ചിതാഭസ്മം അടങ്ങിയ ഒരു കലശം രാജാവിന്റെ ഇരിപ്പിടത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു ഘോഷയാത്രയ്ക്ക് ശേഷം ഭഗവത്ഗീത, ഖുർആൻ, ബൈബിൾ എന്നിവയിൽ നിന്നുള്ള വാക്യങ്ങൾ ചൊല്ലുന്നു. അപ്പോൾ മൈസൂർ പോകുന്നവർ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈ ഒരു രാജാ സീറ്റ് വ്യൂ പോയിന്റ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ആ ഒരു വ്യൂ പോയിന്റ് കാണാനാണ് ഏറ്റവും ഭംഗി. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമെന്ന് വേണമെങ്കിൽ പറയാം.
സൂര്യോദയവും അതുപോലെ സൂര്യാസ്തമയവും ഇവിടെ നിന്ന് കാണാൻ അതിമനോഹരമാണ്. അതുകൊണ്ട് രാവിലെ അല്ലെങ്കിൽ വൈകിട്ടാണ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് രാജാ സീറ്റിലെ വിശേഷങ്ങൾ. കൂർഗിലുള്ള രാജാ സീറ്റിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. കൂടാതെ ഒരു ഹൈപ്പ് കൂടി തന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.